കോട്ടപ്പുറം വരാപ്പുഴ രൂപതകളുടെ നേതൃത്വത്തിൽ മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ 10,000 അണിചേർന്നു. വൈപ്പിൻ മുതൽ മുനമ്പം വരെയുള്ള തീരദേശപാതയിൽ വൈകിട്ട് 4 മുതലായിരുന്നു മനുഷ്യച്ചങ്ങല. പാർശ്വവൽക്കരിക്കപ്പെട്ട മുനമ്പം നിവാസികളെ ചങ്ങല പൊട്ടിച്ച് മോചിതരാക്കാനുള്ളതാണ് ഈ സമരമെന്ന് കോട്ടപ്പുറം രൂപത ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞു. വഖഫ് അധിനിവേശത്തിനെതിരായ മുനമ്പം ജനതയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കോട്ടപ്പുറം വരാപ്പുഴ രൂപതകളുടെ നേതൃത്വത്തിൽ വൈപ്പിൻ മുതൽ മുനമ്പം വരെ മനുഷ്യച്ചങ്ങല തീർത്തത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെയും കൊച്ചി രൂപതയുടെയും ക്രൈസ്തവ വിഭാഗങ്ങളുടെയും വൈപ്പിനിലെ നാനാജാതി മതസ്ഥരുടെയും കൂടി സഹകരണത്തോടെയാണ് മനുഷ്യച്ചങ്ങല യാഥാർത്ഥ്യമാക്കിയത്. മുനമ്പം കടപ്പുറം സമരപ്പന്തലിൽ നടന്ന സമാപന സമ്മേളനം കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രൂസ് പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ നീതിക്കായുള്ള സമരമാണ് നടക്കുന്നതെന്നും ഇവിടെ നീതിക്കായി കാത്തിരിക്കുന്നവരുടെ ചങ്ങല പൊട്ടിക്കാനുള്ളതാണ് ഒരു മനസ്സോടെ ഇവിടെ തീർത്ത മനുഷ്യച്ചങ്ങലയെന്നും കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രൂസ് പുത്തൻവീട്ടിൽ പറഞ്ഞു. ചങ്ങല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബന്ധത്തിൻ്റെയും സ്നേഹബന്ധത്തിൻ്റെ ചങ്ങലയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പാവപ്പെട്ടവർ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി അണിനിരന്നുകൊണ്ടുള്ള ആ ഒരു യാത്ര അത് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെയാണ്. ഇത് അധർമ്മത്തിനും അനീതിക്കും അസത്യത്തിനും എതിരായിട്ടുള്ള ഒരു യാത്രയാണ്, ഒരു മനുഷ്യച്ചങ്ങല തന്നെയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഇവരുടെ അവകാശം നഷ്ടപ്പെടുമെന്നുള്ള ആ ഒരു വിഷമമായിട്ട് അവരുടെ കാലിലും അവരുടെ ഹൃദയത്തിലുമൊക്കെ ഇങ്ങനെ ബന്ധനത്തിലായിരിക്കുന്ന അവരുടെ ഈ ചങ്ങലകൾ അഴിക്കാൻ വേണ്ടി മനുഷ്യരുടെ സ്നേഹത്തോടുള്ള ചങ്ങല, അതാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഫോർട്ട് വൈപ്പിനിൽ നടന്ന മനുഷ്യച്ചങ്ങലയുടെ ഉദ്ഘാടനത്തിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ എന്നിവർ പങ്കെടുത്തു. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ജിജി ജോസഫും മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായുള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ജനം, കൊച്ചി.